ഗൈസ്, വെൽക്കം ബാക്ക് ടു KTK യൂട്യൂബ് ചാനൽ. ഞാൻ UK-ലെത്തി ഗൈസ്. അപ്പം കുറച്ച് ഇതാണായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും നമ്മൾ പെട്ടെന്ന് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇന്നുണ്ടല്ലോ നമ്മൾ ഇറച്ചി എടുക്കാൻ പോവാണ് ഗൈസ്. അത് നമ്മളുടെ അടുത്ത് ഒരു മലയാളി കടയാണ്. നമ്മുടെ അടുത്തൊരു ഷോപ്പുണ്ട്, അനീഷേട്ടൻ്റെ കട. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് മീറ്റ് എടുക്കണം. പിന്നെ നമുക്ക് വീട്ടിലത്തേക്ക് കുറച്ച് മീറ്റ് എടുക്കണം. അപ്പം മൊത്തത്തിലൊരു എത്ര കിലോ മീറ്റാണ് നമ്മൾ എടുക്കുന്നത്? 150 കിലോ നിസ്സാരം. അപ്പോൾ 150 കിലോ മീറ്റ് നമ്മൾ പോയി എടുക്കണം. ഉട്ടോക്സിറ്ററിലാണ് ഈ മീറ്റ് ഷോപ്പ് ഉള്ളത്. അപ്പാരൻ്റ്ലി അവിടുത്തേത് ഭയങ്കര സൂപ്പറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, അതുകൊണ്ട് ഞാനും കൂടെ ഇവരുടെ കൂടെ തിൽക്കണ്ണിയായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കോപ്പറേറ്റീവ് ഫുഡിൽ നിർത്തി ഒരു കോഫി വാങ്ങി ഇവിടെ വേണ്ട എല്ലാവരും അടിച്ച് പെരുക്കിക്കൊണ്ട്. ഗൈസ്, ഇതാണ് ടോണി. ടോണി ബോയ്. ടോണിയാണ് നമ്മുടെ മലയാളി കടയിലെ സാരഥി. അയ്യോ, അപ്പൊ കാപ്പി കുടിച്ചിട്ട് നമ്മൾ ഓൺ ദ വേ പോവുകയാണ്. ശരി, എന്നാ പിന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്ന വഴിയാ. ഈ സ്ഥലം ഞാൻ പറഞ്ഞ പോലെ ഇത് ഉട്ടോക്സിറ്റർ എന്ന് പറയുന്ന സ്ഥലമാണ്. എവിടാന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ബർട്ടണിൽ നിന്നാണ് പോയത്. അപ്പം നമുക്ക് വലിയ ദൂരമില്ല. പക്ഷേ ഡർബി അടുത്താണ് കേട്ടോ ഉട്ടോക്സിറ്റർ. ഇച്ചിരി ഉള്ളിലോട്ടാണ് സംഗതി. അപ്പം ഈ പോകുന്ന വഴിയിലൊന്നും വേറെ ഒന്നുമില്ല ഗൈസ്. കുറേ ഫാം ലാൻഡ് ഉണ്ട് ഇങ്ങനെ. പക്ഷേ ഈ വഴി കാണാൻ നല്ല രസമില്ലേ. അപ്പം നമ്മൾ ഇപ്പം എത്തും. അവിടെ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് പോവാം. പക്ഷെ നല്ല ഇറച്ചിയാണ് കിട്ടുന്നതെന്ന് നമ്മളിങ്ങനെ അറിഞ്ഞു. നല്ല ഇറച്ചിയാണ് കിട്ടുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഈസ്റ്ററും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ഓണം ആവാറായപ്പോഴാണല്ലോ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വെച്ച് കുക്ക് ചെയ്തു. നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഭയങ്കര തിരക്കായിപ്പോയി ഗൈസ്, കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇനിയും നല്ല റെഗുലറായിട്ട് വീഡിയോ വരുന്നതായിരിക്കും. ഇനി കുറേ നാട്ടിലത്തെ വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണണം കേട്ടോ. കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സാധനം എവിടെ നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഇവിടുന്ന്. ഇവിടോ? ഇത് വലിയ സെറ്റപ്പാണല്ലോ. ഇത് വലിയ സെറ്റപ്പാണ് കേട്ടോ. വലിയ സെറ്റപ്പെന്ന് വെച്ചാൽ ഭയങ്കര മെഷീനറി ഒക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ്. ഉണ്ടോ ഗൈസ്, നമ്മൾ ഇറച്ചിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും വലിയ സംഭവിക്കുന്നു. ഭയങ്കര ഓട്ടോമാറ്റിക് മെഷീനറി ഒക്കെ വെച്ചിട്ടാണ് അവർ മുറിക്കുന്നത്. ഇങ്ങനെ തൂങ്ങി ഇറച്ചി വരുന്നു, മുറിച്ച് പോകുന്നു. അകത്തോട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് എടുത്തില്ല. പിന്നെ ഇത് കാണാൻ ബുദ്ധിമുട്ടുള്ളവരടുത്ത് സോറി, ഞാനൊരു ഡിസ്ക്ലെയിമർ ആദ്യമേ ഇട്ടേക്കാം. പക്ഷെ ആ പോകുന്ന വഴി സൂപ്പർ. നാട്ടുവഴിയുടെ നടുക്ക് ഒരു ഫാമല്ല, ബുച്ചർ ഷോപ്പ്. അത് ബുച്ചർ ഷോപ്പ് എന്നൊന്നും പറയാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ കണ്ടോ ഗൈസ്, എന്ത് പ്രിറ്റിയാ നോക്ക്. Pretty place. നല്ല രസമല്ലേ? ഭയങ്കര ഉള്ളിലോട്ടൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വണ്ടി വേണമായിരിക്കും അങ്ങോട്ട് പോകണമെങ്കിൽ. അല്ലാതെ ബസ്സോ അങ്ങനൊന്നും പറ്റത്തില്ലല്ലോ. കാറ് വേണം. പക്ഷെ നല്ല രസമല്ലേ? ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം.
ഫോറസ്റ്റ് സൈഡ് ഫാം. ഇങ്ങോട്ടൊക്കെ കുറെ ഫാം ലാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇങ്ങനെ ഉള്ളിലോട്ടായതുകൊണ്ടായിരിക്കും. പിന്നെ ഗൈസ് നിങ്ങൾ പറ, എന്തുകൊണ്ട് വിശേഷം? ഈസ്റ്ററിന് എല്ലാവർക്കും എന്നാ പരിപാടി? എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കാറൊക്കെ ആയോ? എന്തുകൊണ്ട് കമന്റിൽ അറിയിക്കണം കേട്ടോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നുണ്ടോ? കുറച്ച് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, അല്ലേ? അവിടെ ഒരാള് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ങിച്ച സാധനമൊക്കെ ശരിയാണോ? അത്രയൊക്കെ മതിയോ? എല്ലാവർക്കും ഉള്ളത് തികയോ? ഇറച്ചിട്ടില്ലെങ്കിൽ ടോണിയെ നീ തീർന്നു. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഈ സൈഡിൽ ഇങ്ങനെ നിറച്ചു മഞ്ഞ പൂക്കളായിരുന്നു. അങ്ങനെ ഇവിടെ പല റോഡ് സൈഡുകളിലും നമ്മളിത് കാണും. അത് ഇവരുടെ എന്തോ കൃഷിയാണ്, റേപ്പ് സീഡോ അങ്ങനെ എന്തോ ഒരു ഇതാ. ഇതിനപ്പുറത്തോട്ടൊക്കെ ഫാം ലാൻഡാണ്. പക്ഷേ അവരിങ്ങനെ മതിൽ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ടൊന്നും കാണുന്നില്ല. പിന്നെന്തോ ഇതിന് പറയുന്നേ? പുൽച്ചെടി. ചെറി ബ്ലോസം കണ്ടോ? സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് ആവുമ്പോ ഇങ്ങനെ കളർഫുൾ ചെടികൾ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാം. ലെഫ്റ്റിലെ വീട്ടില് കാണിട്ട്, ലെഫ്റ്റിലെ വീട് ഫ്രണ്ട് ലെഫ്റ്റിലെ വീട്ടിൽ വെള്ളപ്പൂ ഉണ്ടോ? വെള്ളപ്പൂ നാട്ടിലായിരുന്ന പിള്ളേര് ഓശാനിക്കെല്ലാം കൂടെ എടുത്തോണ്ട് പോയേനെ. നമുക്ക് ഒരു ദിവസം സ്പ്രിങ് കാണിക്കാൻ ഏതെങ്കിലും പാർക്കിലൊക്കെ പോകണം, പൂക്കളൊക്കെ. അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീടെത്താറായിട്ടുണ്ട്. ഇത്രയും നേരം ഇത് കണ്ട് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യണേ.